ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാവിപത്തിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിന്നിരുന്നത്. ഏത് നിമിഷവും മൂന്നാം ലോക മഹായുധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. മിഡിൽ ഈസ്റ്റ് ഒന്നടങ്കം കത്തിയേരിയാം. ഇങ്ങനെ ശ്വാസം മടക്കി പിടിച്ച് നിന്ന ആ നിമിഷം പക്ഷേ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഫ്രാൻസിൽ നിന്നും ആ വാർത്ത പുറത്തു വന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. പതിറ്റാണ്ടുകളായിട്ടുള്ള ശത്രുതയ്ക്ക് വിരാമമിട്ട് യുദ്ധത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും കൈകൊടുത്ത് സമാധാനം പറഞ്ഞു. അപ്പോൾ ഈ സമാധാനം ഒരു വലിയ കെണിയാണോ എന്നാണ് അടുത്ത ചോദ്യം. കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ മുഴക്കിയ ആ കടുത്ത ഭീഷണിക്ക് പിന്നിലെ രഹസ്യം എന്താണ്? ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണ്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാന്റെ മേൽ വീണ്ടും ബോംബുകൾ വർഷിക്കും. ട്രംപ് പരസ്യമായി ഇത് പ്രഖ്യാപിച്ചപ്പോൾ ലോകം വീണ്ടും ഒന്ന് ഞെട്ടിവിറച്ചു. എന്താണ് ഈ കരാറിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത്? ഇത് ലോക സമാധാനത്തിനുള്ള വഴിയാണോ, അതോ അതിഭീകരമായ മറ്റൊരു യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള ശാന്തതയാണോ? ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അണിയറയിൽ കളിച്ച ആ വമ്പൻ നയതന്ത്ര കളി എന്തായിരുന്നു? ഈ 14 ധാരണാപത്രം മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം എങ്ങനെ മാറ്റിമറിക്കും? ഇതിന്റെ പൂർണ്ണമായ ഇൻസൈഡ് സ്റ്റോറി ഞെട്ടിക്കുന്ന വിവരങ്ങളോടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കരാർ പെട്ടെന്നൊരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി അതീവ രഹസ്യമായി നടന്നു വന്ന വലിയൊരു നയതന്ത്ര യുദ്ധത്തിന്റെ ഫലമാണ്. ഒമാൻ എന്ന രാജ്യത്തിന്റെ മധ്യസ്ഥതയിൽ ലോകം അറിയാതെ പല വിദേശ രാജ്യങ്ങളിലെയും രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ചാണ് അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ചർച്ച നടത്തിയത്. മിഡിൽ ഈസ്റ്റിൽ ലെബനനും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുമ്പോൾ, എണ്ണവില ലോകവ്യാപകമായി കുതിച്ചുയരുമ്പോൾ ഒരു ആഗോള സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ വേണ്ടി ഈ ചർച്ചകൾ അനിവാര്യമായിരുന്നു. ഫ്രാൻസിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 14 ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറയുമ്പോഴും ഈ കരാറിലേക്ക് ട്രംപിനെ എത്തിച്ചത് കൃത്യമായി 4 അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളാണ്. അതേസമയം ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും ഈ വാർത്ത ശരിവച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഒരു കാര്യത്തിൽ കടുത്ത വാശിയിലായിരുന്നു. ഞങ്ങളുടെ പരമാധികാരം ഒരു കാലത്തും ആർക്ക് വേണ്ടിയും ആർക്ക് മുന്നിലും പണയപ്പെടുത്തില്ല എന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബാഗെ വ്യക്തമാക്കിയത് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാന്റെ പരമാധികാരവും നിയന്ത്രണാധികാരവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സമാധാന ധാരണയിൽ എത്തിയത് എന്നാണ്. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ പൂർണ്ണമായും കീഴടങ്ങിയിട്ടില്ല എന്ന ശക്തമായ സന്ദേശമാണ് അവർ നൽകുന്നത്. ഇനി നമുക്ക് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യവസ്ഥകളിലേക്കൊന്ന് കടക്കാം. അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയ ലോക സാമ്പത്തിക മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്ന 6 വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്, യുദ്ധം അവസാനിപ്പിക്കൽ. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലെയും സൈനിക നീക്കങ്ങൾ ഉടനടി അവർ അവസാനിപ്പിക്കും. പരസ്പരം ആക്രമിക്കുകയോ സൈനിക നടപടികൾക്ക് മുദ്രിക്കുകയോ ചെയ്യില്ലെന്ന് ഇരു രാജ്യങ്ങളും പരസ്യമായി തന്നെ ഉറപ്പു നൽകി. ഏറ്റവും പ്രധാനമായി ലെബനന്റെ പരമാധികാരം സംരക്ഷിക്കുമെന്നും കരാറിലുണ്ട്. ഇത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള കനത്ത യുദ്ധ സാഹചര്യത്തിന് ഒരു താൽക്കാലിക ശമനം അവിടെ നൽകും. രണ്ടാമത്, ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നു എന്നുള്ളതാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാതയാണത്. ലോകത്തെ പ്രധാന എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉടനടി തുറന്നു നൽകും. അടുത്ത 60 ദിവസത്തേക്ക് വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഇറാൻ സൗജന്യമായി ഒരുക്കും. ഇതിനു വേണ്ടിയുള്ള മൈൻ നീക്കം ചെയ്യൽ ഉൾപ്പെടെയുള്ള കഠിനമായ സാങ്കേതിക ജോലികൾ 30 ദിവസത്തിനകം ഇറാൻ പൂർത്തിയാക്കുമെന്നാണ് വിവരം. ഇനി മൂന്നാമത്തേത്, ഉപരോധങ്ങൾ നീക്കലാണ്. ഇറാനെ സാമ്പത്തികമായി തളർത്തിയ അമേരിക്കൻ ഉപരോധങ്ങൾ പിൻവലിക്കുകയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും പിൻവലിക്കും. കരാർ ഒപ്പിട്ടത് മുതൽ ഇറാന്റെ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ എല്ലാം കയറ്റുമതിക്ക് US ട്രഷറി അനുമതി നൽകും. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പ്രമേയങ്ങൾ ഉൾപ്പെടെ ഇറാന് മേലുള്ള എല്ലാവിധ ഏകപക്ഷീയ ഉപരോധങ്ങളും ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കും. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകാൻ പോകുന്നത് ഒരു പുതിയ ജീവൻ തന്നെയാണ്. ഇനി നാലാമത്, $300 ബില്യൺ വമ്പൻ പാക്കേജാണ്. ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രഖ്യാപനമായിരുന്നു കേട്ടോ ഇത്. അതായത് യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനും വേണ്ടി അമേരിക്കയും പങ്കാളിത്ത രാഷ്ട്രങ്ങളും ചേർന്ന് കുറഞ്ഞത് $300 ബില്യണെങ്കിലും ആ $300 ബില്യൺ വൻകിട വികസന പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായി മാറും. അവരെ സംബന്ധിച്ചത് ലോട്ടറിയാണ്. ഇനി അഞ്ചാമത്, മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകും. വർഷങ്ങളായി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ മരവിപ്പിച്ചു നിർത്തിയിരുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള
സാമ്പത്തിക ആസ്തികളും ഫണ്ടുകളും ഇറാന്റെ സെൻട്രൽ ബാങ്ക് നിർദ്ദേശിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം പൂർണ്ണമായും വിട്ടു നൽകും. ഇനി 6-ാമത്തേത് ആണവ നിയന്ത്രണം. അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നത്തിനാണ് ഇവിടെ പരിഹാരമാകുന്നത്. തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ കൈവശം വയ്ക്കുകയോ ഇല്ലെന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള യുറേനിയം ശേഖരം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയായ IAEA നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. അതായത് ഇത്രയും അനുകൂലമായ വ്യവസ്ഥകളിൽ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ കടുത്ത ഭീഷണിയുമായി രംഗത്തെത്തിയത്. അദ്ദേഹത്തിന് പതിവ് തന്നെ ഒരു മാറ്റവുമില്ല, നന്നാവില്ല. എന്തുകൊണ്ടാണ് കരാർ ഒപ്പിട്ട ദിവസം തന്നെ ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? ട്രംപ് പറയുന്നത് ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഇരു സർക്കാരുകളും ചർച്ച നടത്തി മാത്രമേ ഒരു അന്തിമ കരാറിലേക്ക് എത്തിച്ചേരുള്ളൂ എന്നാണ്. ഈ 60 ദിവസത്തെ വിൻഡോ വളരെ നിർണായകമാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയ മതിയല്ലോ. അപ്പോൾ ഈ കാലയളവിൽ പുതിയ ഉപരോധങ്ങളോ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കലോ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്ലീസിന്റെ വാളായിട്ട് തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച പോലും ഉണ്ടായാൽ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും പ്രോക്സി ഗ്രൂപ്പുകൾ അമേരിക്കയ്ക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടിയാൽ പോലും യുദ്ധം പുനരാരംഭിക്കുമെന്നും വീണ്ടും ശക്തമായ ബോംബാക്രമണം നടത്തുമെന്നൊക്കെയാണ് ട്രംപ് വിളിച്ചു പോകുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ അർത്ഥം അമേരിക്ക ഇറാനെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്നാണ്. ഇതൊരു സമാധാന കരാർ എന്നതിലുപരി ഇറാനെ സാങ്കേതികമായി കെണിയിൽ വീഴ്ത്താനുള്ള ഒരു തന്ത്രമാണോ എന്ന് പല അന്താരാഷ്ട്ര നിരീക്ഷകരും സംശയിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കാനും ഹോർമൂസ് കടലിടുക്ക് വഴി ലോകരാജ്യങ്ങൾക്ക് സുരക്ഷിതമായി എണ്ണ എത്തിക്കാനും അമേരിക്ക ഇറാനെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി അവർ എറിഞ്ഞുകൊടുത്ത വലിയൊരു ചൂണ്ട മാത്രമാണോ ഈ $300 ബില്യൺ വികസന പാക്കേജും ഉപരോധങ്ങൾ നീക്കലും? ഇറാൻ ഈ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചിട്ടില്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഇറാനെ പൂർണ്ണമായും ഒരു വില്ലനായി ചിത്രീകരിച്ച് അതിശക്തമായ ഒരു സൈനിക ആക്രമണത്തിന് അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര പിന്തുണ നേടാൻ ഈ കരാറിലൂടെ സാധിക്കും. അത് തീർച്ചയാണ്. അപ്പോൾ അമേരിക്ക കളിക്കുന്നത് എത്രത്തോളം അപകടം പിടിച്ച കളിയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? എന്തൊക്കെയാണെങ്കിലും ഈ താൽക്കാലിക കരാർ പോലും ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കരാർ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക അന്താരാഷ്ട്ര എക്സിക്യൂട്ടീവ് സംവിധാനം രൂപീകരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അന്തിമ കരാർ വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ ഔദ്യോഗിക പ്രമേയത്തോടെ ആയിരിക്കും. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുത്തനെ കുറയാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു തലവേദന ഒഴിഞ്ഞു പോവുകയാണ്. അതൊരു സന്തോഷ വാർത്തയാണ് അല്ലേ? അപ്പോൾ ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കാരണം എണ്ണവില കുറയുന്നത് നമ്മുടെ എല്ലാം നിത്യജീവിത ചെലവുകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. പെട്രോളിന്റെ വില കൂടി അതിനെല്ലാം ഒരു ആശ്വാസം ലഭിക്കും. അപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ വക്കിൽ നിന്നിരുന്ന ലോക വിപണിക്ക് ഇതൊരു വലിയ ബൂസ്റ്റർ ഡോസ് ആണ്. പക്ഷെ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അടുത്ത 60 ദിവസം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ 60 ദിവസത്തിലേക്കാണ്. അപ്പോൾ ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം കുറയ്ക്കുമോ? അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിച്ച് ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കുമോ? അതോ 61-ാം ദിവസം മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഇതുവരെ കാണാത്തത്ര ഭീകരമായ മറ്റൊരു യുദ്ധത്തിന്റെ സൈറണുകൾ മുഴങ്ങുമോ? കാത്തിരുന്ന് തന്നെ കാണാം. ട്രംപിന്റെ കാര്യമാണ്, ഇറാന്റെ കാര്യമാണ്, കണ്ടു തന്നെ അറിയണം. ഇറാനെ പിന്നെയും വിശ്വസിക്കാം, അമേരിക്കയെ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.